ഞാൻ ഹാരിസ് മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർ ഡ്യൂട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ട്രെയിനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടുള്ള ട്രെയിനിങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് എല്ലാ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും പോളിംഗ് ഓഫീസർമാർക്കും ബാലറ്റ് യൂണിറ്റുകളുമായിട്ട് അതായത് വോട്ടിംഗ് മെഷീനും വഴി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സെപ്പറേറ്റ് മെഷീനുകൾ ഓരോരുത്തർക്കും നൽകിയ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ റൗണ്ടിലെ ട്രെയിനിങ്ങിൽ നമ്മൾ ഓരോരുത്തരും 100 വോട്ടുകൾ ചെയ്ത് മോക്ക് പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതടിസ്ഥാനത്തിൽ നമ്മളത് കൗണ്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായി തന്നെ നൽകി. അത് വളരെ നല്ല ഉപകാരം ചെയ്യുന്നൊരു കാര്യമായിരുന്നു. കാരണം നമുക്ക് ഇത് വോട്ടിംഗ് ഡേയുടെ തലേ ദിവസം നമ്മൾ ഈ മെഷീനുകളെല്ലാം എടുത്തുകൊണ്ട് ബൂത്തിലേക്ക് പുറപ്പെട്ട് ബൂത്തിൽ നിന്ന് ഇത് വീണ്ടും അസംബിൾ ചെയ്യുന്ന സമയത്ത് പലരും പ്രയാസപ്പെടാറുണ്ട്, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന്. ആ ഒരു രീതിയിലുള്ള ഒരു പ്രയാസവും വരാത്ത രീതിയിലാണ് ഇപ്രാവശ്യം ഇവരെല്ലാ ക്രമീകരണങ്ങളും വരുത്തിയിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പ്രയാസം തോന്നുന്നു എന്നുള്ളത് എടുത്തു പറയാൻ പറ്റുന്ന ഒന്ന് ഇൻഡെലിബിൾ ഇങ്കിൻ്റെ ഉപയോഗം മാത്രമാണ്. അത് മാത്രമേ ഇതിൽ ഒരു മാറ്റം വരാത്തതുള്ളൂ. അതുകൂടി പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഒരുപക്ഷെ ഈ പ്രാവശ്യം നടക്കുന്ന ഈ എലക്ഷൻ വളരെ പ്രത്യേകതയുള്ള വളരെ ഉപകാരപ്രദമുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങും അതേപോലെ തന്നെ എല്ലാ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും പോളിംഗ് ഓഫീസർമാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അവർ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. ഈ നമ്മുടെ പല മീഡിയകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് EVM സംവിധാനത്തെപ്പറ്റി, അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനെപ്പറ്റി. പക്ഷേ നമ്മളിത് മോക്ക് പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ VVPAT മെഷീനുകളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഇത് പുറത്തുനിന്നുള്ള ഒരു ഉപകരണം വെച്ചിട്ടും ഇത് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല VVPAT കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. മാത്രമല്ല കൗണ്ടിംഗ് ഡേയുടെ അന്ന് റാൻഡമായി സെലക്ട് ചെയ്യുന്ന 1-2 ബൂത്തുകളിലെ VVPAT ഇലക്ഷൻ കമ്മീഷൻ കൗണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ മെഷീനെ പറ്റി യാതൊരു സംശയത്തിനും വക നൽകാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും അതേപോലെ തന്നെ ഇത് നിയന്ത്രിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി നേരുകയാണ് ഇത് ഇത്രയും ഭംഗിയായി ചെയ്തതിന്. താങ്ക് യു.